എന്തായാലും ഇനി വരുന്ന ഒരാഴ്ച എമ്പുരാൻ തള്ളുകളുടെ മേളമായിരിക്കും. ഒരു സിനിമ എങ്ങനെ തള്ളു വിജയിപ്പിക്കണമെന്ന് പൃഥ്വിരാജിനോളം അറിയാവുന്ന മറ്റാരും. നിങ്ങൾ അങ്ങനെ ഒരു വർത്താനം അല്ലല്ല, നിങ്ങൾ എന്തോ മനസ്സിൽ വെച്ച് പറയാണ്. എന്ത് പക്ഷേ എനിക്കിതൊക്കെ ഒരു ത്രില്ലായിട്ടാ തോന്നുന്നത്. ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു തമാശയൊക്കെ വേണ്ടേ? ആടുജീവിതം എന്ന സിനിമ കഷ്ടിയെങ്കിലും രക്ഷപ്പെട്ടത് തള്ളി തന്നെയായിരുന്നു. 200 കോടി കളക്ഷൻ കടന്നു, ഓസ്കാർ അവാർഡ് കിട്ടിയേക്കും തുടങ്ങിയ തള്ളുകളൊക്കെ നിരത്തിയാണ് ആ സിനിമയെ ഒരുവിധം ഓടിച്ചു പോയി. തല്ലുവാങ്ങിയിട്ടേ പോകുന്ന തോന്നുന്നു. 228 കോടി രൂപയാണ് എമ്പുരാൻ ചിത്രീകരണം പൂർത്തിയാക്കാൻ ഇതുവരെ മുടക്കേണ്ടി വന്നത്. 228 കോടി രൂപ ആ സിനിമയിൽ നിന്നും ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. ഇതുപോലുള്ള അതിനുവേണ്ടി ഇപ്പോൾ പണം മുടക്കിയിരിക്കുന്ന ഗോകുലം ഗോപാലിന് പോലും ആത്മവിശ്വാസമുണ്ടോ എന്ന കാര്യത്തിൽ തർക്കമുണ്ട്. സ്വാഭാവികമായും 228 കോടി എന്ന മുടക്കുമുതൽ ഊരണമെങ്കിൽ നാട്ടുകാർക്ക് ഇത്തിരി കലാബോധം ഉണ്ടാവട്ടെ എന്ന് വെച്ചാൽ സമ്മതിക്കില്ലല്ലേ? മേലിൽ ഇത് ആവർത്തിച്ചാൽ അടിച്ച് നിന്റെ 32 പല്ലും കളഞ്ഞു കൊന്ന് കായൽ താഴ്ത്തും. 350 കോടിയെങ്കിലും കളക്ട് ചെയ്യണം. അതിനുള്ള സാധ്യത ഒരു മലയാള സിനിമയ്ക്കുണ്ടോ എന്നതാണ് നിർണായകമായി. ശ്രീലങ്കൻ കമ്പനിയായ ലൈക്കയുടെ വരവാണ്. ഏതാണ്ട് 100 കോടി ചെലവ് എന്ന കണക്കുകൂട്ടലിലായിരുന്നു ലൈക്ക രംഗത്ത് വരുന്നത്. എന്തിനാ ഇങ്ങനെ എഴുതാപ്പുറം വായിക്കുന്ന ശങ്കരൻകുട്ടി? സ്വന്തം ഇഷ്ടത്തിന് തട്ടിവിടുന്ന നാക്കെടുത്താന്നേ. എന്നാൽ വിദേശ കമ്പനി ആയതുകൊണ്ട് അവർ ഇഷ്ടം പോലെ പണം മുടക്കിയേക്കുമെന്ന് കരുതി ഈ സിനിമയിലെ ചില അണിയറ പ്രവർത്തകർ ആവശ്യത്തിലധികം പണം ദൂർത്തടിച്ചു. അല്ല, നിന്റെ തമാശ എനിക്ക് ഇഷ്ടായി. ഞാൻ സീരിയസ് ആയിട്ട് തന്നെ പറഞ്ഞു. അതെ, അതാ എനിക്ക് ചിരി വന്നത്. എന്നെ വാശി പിടിപ്പിച്ചാലുണ്ടല്ലോ. വൻ വിജയമായാൽ ഏറ്റവും കൂടുതൽ നേട്ടമുണ്ടാക്കുന്നത് പൃഥ്വിരാജ് തന്നെയായിരിക്കും. ഈ സിനിമ വിജയിച്ചാൽ പൃഥ്വിരാജ് ഒരു പക്ഷേ ഇനി സിനിമ എടുക്കാൻ പോകുന്നത് ഷാരൂഖ് ഖാനെയോ അത്തരത്തിലുള്ള ബോളിവുഡ് നടന്മാരെയോ നായകന്മാരാക്കിയാവും. നീ കുറെ നേരമായി കിളച്ച് കയറിക്കൊണ്ടിരിക്കുക. ഈ പരിപ്പ് എന്റെ അടുത്ത് വേഗത്തിൽ. ഏറ്റവും വലിയ തിരിച്ചടി കിട്ടാൻ പോകുന്നത് ആന്റണി പെരുമ്പാവൂരിനാകും. ആന്റണി പെരുമ്പാവൂരിന് കോടിക്കണക്കിന് രൂപയുടെ നഷ്ടമായിരിക്കും ഈ സിനിമയുടെ പേരിൽ ഉണ്ടാവുന്നത്. തീർച്ചയായും ഇത് മോഹൻലാലിന്റെ കരിയറിനെ ബാധിക്കും. ഒരു 3 ഏത്തപ്പഴെടുത്തവന്റെ ഉണ്ണാക്കി തിരികെ കയറ്റിക്കൂടെ. ഒരു സിനിമയുടെ നിർമ്മാണ ചെലവിൽ അച്ചടക്കം പാലിച്ചില്ലെങ്കിൽ എന്തു സംഭവിക്കും എന്നതിന്റെ ഉത്തമ ഉദാഹരണമായി മാറുകയാണ് എമ്പുരാൻ. അതൊക്കെ ഗോപാലകൃഷ്ണൻ ഒരു നമ്പർ അല്ലേ? ഇത് എന്റെ ഒരു നമ്പറാ. കളിക്കുന്നത് അതിൽ വേണ്ട തെണ്ടി പണി വരുന്നുണ്ടവറാച്ച.